2026 ഏപ്രിൽ 8 ഗസ സിറ്റിക്ക് സമീപമുള്ള റഷീദ് സ്ട്രീറ്റിലൂടെ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ആ മാധ്യമപ്രവർത്തകൻ. അപ്പോഴാണ് പൊടുന്നനെ ഇസ്രായേലിന്റെ ഡ്രോൺ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. കാർ പൊട്ടിത്തെറിച്ചപ്പോൾ ഇല്ലാതായത് മുഹമ്മദ് സമീർ വാഷ എന്ന ജേർണലിസ്റ്റ് ആയിരുന്നു. അതോടെ ഇസ്ലാമിസ്റ്റുകളും ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളും ഇളകി മറിഞ്ഞു. ഇസ്രായേൽ ഇതാ നിരപരാധികളായ മാധ്യമപ്രവർത്തകരെയും കൊല്ലുന്നേ എന്നായിരുന്നു ഏവരുടെയും വാക്ക്. കേരളത്തിൽ വരെ അതിന്റെ അലയൊലികളും എത്തി. പക്ഷേ ആ കാറിലുണ്ടായിരുന്നത് ഹമാസ് ഭീകരനാണെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതിനവർ പുറത്തുവിട്ട തെളിവുകൾ കണ്ടപ്പോൾ ലോകം ഞെട്ടി. മുഹമ്മദ് വാഷ വെറും ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമായിരുന്നില്ല, ഹമാസിന്റെ റോക്കറ്റ് ആൻഡ് വെപ്പൺ പ്രൊഡക്ഷൻ ആസ്ഥാനത്തെ പ്രധാനിയായിരുന്നു. ന്യൂസ് ഇൻഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു ഹമാസിന്റെ ജിഹാദി ജേർണലിസം പിടിക്കപ്പെടുമ്പോൾ. 2024 ഫെബ്രുവരിയിൽ വടക്കൻ ഗാസയിലെ ഒരു ഹമാസ് സൈനിക ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിടയിലാണ് മുഹമ്മദ് വാഷയുടെ ലാപ്ടോപ്പ് IDF പിടിച്ചെടുക്കുന്നത്. ഇതിൽ നിന്നാണ് അദ്ദേഹം ഹമാസിന്റെ സായുധ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നതിന്റെ കൃത്യമായി തെളിവുകൾ ലഭിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ അറബിക് വക്താവ് അവീചെ അദ്രായി ഈ രേഖകളും ചിത്രങ്ങളും തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പരസ്യപ്പെടുത്തിയിരുന്നു. ലാപ്ടോപ്പിലെ ഇന്റലിജൻസ് രേഖകൾ പ്രകാരം മുഹമ്മദ് വാഷ ഹമാസിന്റെ മിലിറ്ററി വിങ്ങിലെ ആന്റി ടാങ്ക് മിസൈൽ വിഭാഗത്തിലെ ഒരു പ്രധാന കമാൻഡറായിരുന്നു. 2022 അവസാനത്തോടെ ഇയാൾ ഹമാസിന്റെ വ്യോമ വിഭാഗത്തിലേക്ക് മാറുകയും അവിടെ ഡ്രോണുകൾ, റോക്കറ്റുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നതിന് രേഖകളുണ്ട്. ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയ ഹമാസിന്റെ സൈനിക യൂണിഫോം ധരിച്ച് റോക്കറ്റ് ലോഞ്ചറുകളും ആന്റി ടാങ്ക് മിസൈലുകളും കയ്യിലേന്തി നിൽക്കുന്ന മുഹമ്മദ് വാഷയുടെ നിരവധി ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു. കണ്ണിൽ കത്തുന്ന തെളിവുകൾ. എന്നിട്ടും 2 വർഷത്തോളം അയാൾ ഗസയിൽ അൽ ജസീറയുടെ അൽ ജസീറ മുബാഷർ ചാനലിൽ റിപ്പോർട്ടറായി തുടർന്നു. ഒടുവിൽ മുഹമ്മദ് സമീർ വാഷ കൊല്ലപ്പെടുമ്പോൾ കൂട്ട നിലവിളിയായി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം 2026 ജൂണിൽ അൽ ജസീറയിൽ തന്നെ ഫോട്ടോ ജേർണലിസ്റ്റായി ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ അഹമ്മദ് വാഷയും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിന്റെ തെളിവും ഇസ്രായേൽ പുറത്തുവിട്ടു. അഹമ്മദ് വാഷ ഹമാസിലെ ഒരു സ്നൈപ്പർ ആയിരുന്നു, നേരിട്ട് തോക്കെടുക്കുന്ന സായുധ പോരാളി. രാവിലെ അൽ ജസീറയിൽ മാധ്യമപ്രവർത്തകൻ, രാത്രിയിൽ ഹമാസിലെ ഭീകരൻ. മുഹമ്മദ് സമീർ വാഷ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേൽ നടത്തിയ പ്രതികരണം ഇത് ഒറ്റപ്പെട്ടതല്ല. ഇത്തരത്തിലുള്ള ജിഹാദി ജേർണലിസ്റ്റുകൾ ഒരുപാടുണ്ടെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ആരും പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മാധ്യമ നിരീക്ഷണ സംഘടനയായ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന CPJയും ഇസ്രായേൽ വാദം അംഗീകരിക്കുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ ഡാറ്റാബേസ് പൂർണ്ണമായി പുനഃപരിശോധിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവർ. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ പലരും ഹമാസിന്റെയോ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയോ പ്രവർത്തകരാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. ജിഹാദി ജേർണലിസ്റ്റുകളുടെ കഥ അമ്പരപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര മാധ്യമ നിരീക്ഷണ സംഘടനയായ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന CPJ ആണ് ജിഹാദി ജേർണലിസ്റ്റുകളെ തങ്ങളുടെ ഡാറ്റാബേസിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പണി തുടങ്ങിയത്. ഗാസയിലെ സായുധ സംഘടനകളായ ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും തങ്ങളുടെ കൊല്ലപ്പെട്ട പോരാളികളുടെ ഔദ്യോഗിക ചരമക്കുറിപ്പുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെ CPJ നേരത്തെ തങ്ങളുടെ പട്ടികയിൽ മാധ്യമപ്രവർത്തകരായി രേഖപ്പെടുത്തിയിരുന്നു. ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ പലരും ഹമാസ് ഭീകരരായിരുന്നുവെന്ന് ഹോണസ്റ്റ് റിപ്പോർട്ടിംഗ്, മിയർ, അമിത് സെന്റർ തുടങ്ങിയ ചില മാധ്യമ നിരീക്ഷണ ഗ്രൂപ്പുകളും നിരന്തരം ആരോപിച്ചിരുന്നു. പക്ഷേ CPJ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പ്രാഥമിക അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 20 പേരെ CPJ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 പേർ ഹമാസിന്റെയോ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയോ സായുധ പോരാളികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി 12 പേരെ അവർ മാധ്യമപ്രവർത്തകർ അല്ലാതിരിക്കുകയോ ഡ്യൂട്ടിയിൽ അല്ലാതിരിക്കുകയോ ചെയ്ത മറ്റു കാരണങ്ങളാലാണ് നീക്കം ചെയ്തത്. ഈ 12ൽ 7 പേർ മാധ്യമപ്രവർത്തകർ എന്ന് കരുതിയെങ്കിലും പിന്നീട് അല്ലെന്ന് വ്യക്തമായി. 3 പേർ കൊല്ലപ്പെടുന്ന സമയത്ത് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ആദ്യം കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 പേർ പിന്നീട് ജീവനോടെ ഉണ്ടെന്ന് കണ്ടെത്തി. അതായത് ഗാസയിലെ കൊല്ലപ്പെട്ടുവെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തിൽ പോലും അടിമുടി തട്ടിപ്പാണ് ഉള്ളതെന്ന് ഇസ്രായേൽ വാദങ്ങൾ ശരിവെക്കുകയാണ് CPJയും. ഏതൊരു യുദ്ധമേഖലയിലായാലും കൊല്ലപ്പെട്ട വ്യക്തി സായുധ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി പിന്നീട് തെളിവ് ലഭിച്ചാൽ അവരെ മാധ്യമപ്രവർത്തകരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് സംഘടനയുടെ പൊതുവായ നയമാണ് എന്ന് CPJ പറയുന്നു. ഈ പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ ഉള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഫലസ്തീനിലെയും ലെബനനിലെയും സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലെ ജീവനക്കാരെ പട്ടികയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ പുനഃപരിശോധന കാരണമാകുമെന്ന് ചില ഭരണസമിതി അംഗങ്ങൾ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംഘടനയുടെ പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്തതിനെ തുടർന്ന് ബോർഡ് അംഗമായിരുന്ന ഡോക്ടർ നിഗ സോൺ ഷിയോങ്ങിനെ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ വിപുലമായ ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകൻ എന്നതിന്റെ നിലവിലുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നില്ലെന്ന് CPJ ബോർഡ് വോട്ട് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. സായുധ പോരാട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തിടത്തോളം കാലം ഇത്തരം മാധ്യമങ്ങളിലെ ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരായി തന്നെ കണക്കാക്കും. ഇനി ജിഹാദി ജേർണലിസ്റ്റുകളുടെ മോഡസ് ഓപ്പറandi നോക്കാം. അവർ ഐഡന്റിറ്റി കാർഡുകളും പ്രസ് എന്നെഴുതിയ ജാക്കറ്റുകളും ധരിച്ച് യുദ്ധമേഖലകളിൽ കറങ്ങി നടക്കും. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കവചമാണ് അവർക്ക് പ്രസ് ബോർഡ്.
അവിടെ ഒരുതരം ചാരപ്പണിയാണ് ഇവർ എടുക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ, ടാങ്കുകളുടെ സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് ഇവർ ഹമാസ് കമാൻഡർമാർക്ക് വിവരങ്ങൾ കൈമാറും. പകൽ സമയങ്ങളിൽ ക്യാമറയും മൈക്കുമായി നടന്ന ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ പ്രചാരണങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുകയും രാത്രികാലങ്ങളിൽ ഇവർ സായുധ പോരാട്ടങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുകയാണ് ഇവരുടെ രീതി. പച്ചയ്ക്ക് പറഞ്ഞാൽ പകൽ ജേർണലിസ്റ്റ്, രാത്രി ജിഹാദി എന്ന് തന്നെ. CPJ സുരക്ഷാ കാരണങ്ങളാലും തങ്ങളുടെ ഓഡിറ്റ് പൂർത്തിയാകാത്തതിനാലും ഒഴിവാക്കപ്പെട്ട 20 പേരുടെയും കൃത്യമായ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു സിംഗിൾ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ടവരിൽ പലരും അൽ ജസീറ, ഹമാസിന്റെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായ അൽ അക്സ മീഡിയ നെറ്റ്വർക്ക്, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധമുള്ള മാധ്യമമായ അൽ ഖുദ്സ്, അൽ യാം, ഖുദ്സ് ന്യൂസ് നെറ്റ്വർക്ക് എന്നിവയുമായി ബന്ധപ്പെട്ടവരാണ്. ഈ ജിഹാദി മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് അൽ ജസീറയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക നടപടികളിലൂടെ പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകളിൽ ജിഹാദി ജേർണലിസ്റ്റുകൾക്ക് കൊടുക്കുന്ന മാസശമ്പളത്തിന്റെ വിവരങ്ങൾ വരെയുണ്ട്. ഇവരുടെ പരിശീലന സർട്ടിഫിക്കറ്റുകളും ഇസ്രായേൽ പരസ്യമാക്കിയിട്ടുണ്ട്. പല അൽ ജസീറ ഭീകരരും ഇരട്ട ഐഡന്റിറ്റിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിലൊന്നായിരുന്നു അൽ ജസീറയുടെ ഗാസയിലെ പ്രധാന ഫീൽഡ് റിപ്പോർട്ടർ എന്ന നിലയിൽ അറിയപ്പെട്ട ഇസ്മായിൽ അൽ ഗൗൾ. 2024 ജൂലൈ 31 ഇയാൾ കൊല്ലപ്പെടുന്നത്. മരിക്കുമ്പോൾ അയാൾക്ക് 27 വയസ്സായിരുന്നു. വടക്കൻ ഗാസയിലെ അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ വ്യോമാക്രമണത്തിലാണ് ഗൗൾ കൊല്ലപ്പെടുന്നത്. ഹമാസ് രാഷ്ട്രീയ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി അദ്ദേഹത്തിന്റെ ഗാസയിലെ കുടുംബ വീടിന് സമീപം എത്തിയതായിരുന്നു ഈ സംഘം. റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ഇസ്രായേൽ മിസൈൽ തൊടുക്കുകയായിരുന്നുവെന്നാണ് അൽ ജസീറ പറയുന്നത്. ഈ ആക്രമണത്തിൽ ഇസ്മായിൽ അൽ ഗൗളിനൊപ്പം അദ്ദേഹത്തിന്റെ ക്യാമറമാനായ റാമി എൽ റിഫിയും ആ സമയത്ത് സൈക്കിളിൽ അരികിലൂടെ കടന്നു പോവുകയായിരുന്ന ഖാലിദ് അൽ ഷവ എന്ന 17-കാരനായ കുട്ടിയും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുമ്പോൾ ഇരുവരും പ്രസ് എന്ന് രേഖപ്പെടുത്തിയ മീഡിയ ജാക്കറ്റുകൾ ധരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ വാദങ്ങൾ ഖണ്ഡിക്കുകയാണ്. ഇസ്മായിൽ അൽ ഗൗൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഗാസയിൽ പ്രവർത്തിച്ചിരുന്നതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഹമാസിന്റെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ നുക്ബ ഫോഴ്സിലെ സജീവ പോരാളിയായിരുന്നു ഇയാളെന്നും ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നുവെന്നും IDF തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ റെക്കോർഡ് ചെയ്യാനും പ്രചരിപ്പിക്കാനും ഹമാസ് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നത് ഇയാളാണെന്നതിനും തെളിവുകളുണ്ട്. ഹമാസിന്റെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് പിടിച്ചെടുത്ത 2021 പേര് വിവര പട്ടിക വെച്ചാണ് ഇസ്രായേൽ ഇത് പറയുന്നത്. ഗൗൾ ഹമാസ് ഭീകരർക്ക് പരിശീലനം നൽകുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ, ഓഡിയോ തെളിവുകളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഈ വിവാദത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPJ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകളുടെ പട്ടിക പുതുക്കിയത്. അതുപോലെ പല ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകരെയും ഹമാസ് വിലക്കെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹമാസിനോടുള്ള ഇഷ്ടം മൂലം അവർ മാധ്യമപ്രവർത്തനം മറയാക്കിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ആദിൽ സോറോ. 2023 ഡിസംബർ 19 തെക്കൻ ഗാസയിലെ റഫേൽ വെച്ചുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഫലസ്തീനിലെ തെക്കൻ ഗാസയിലുള്ള റഫ നഗരവാസിയായിരുന്നു ഇയാൾ. ഹമാസ് നിയന്ത്രിത റേഡിയോ സ്റ്റേഷനായ അൽ അക്സ വോയിസ് റേഡിയോ ഉൾപ്പെടെയുള്ള ഗാസയിലെയും പുറത്തെയും വിവിധ വാർത്താ മാധ്യമങ്ങൾക്ക് വേണ്ടി അയാൾ ഫ്രീലാൻസ് അടിസ്ഥാനത്തിൽ വാർത്തകൾ നൽകിയിരുന്നു. ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ അദ്ദേഹം ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, വാർത്താ ഗ്രൂപ്പുകൾ എന്നിവ വഴി നിരന്തരമായി യുദ്ധവാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അൽ ജസീറയുടെ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫ് ഹമാസിന്റെ റോക്കറ്റ് വിക്ഷേപണ സെല്ലിന്റെ തലവനാണെന്ന് ഇസ്രായേൽ രേഖകൾ സഹിതം തെളിയിച്ചിട്ടുണ്ട്. 2026 അദ്ദേഹം ഗാസയിൽ നിന്ന് അൽ ജസീറയ്ക്ക് വേണ്ടി റിപ്പോർട്ടിംഗ് തുടരുന്നുണ്ട്. ഗാസയിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അനസ് അൽ ഷെരീഫിന്റെ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു. 2024 ഒക്ടോബറിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ചില രേഖകൾ പരസ്യപ്പെടുത്തിയിരുന്നു. അൽ ജസീറയുടെ മറ്റ് 5 മാധ്യമപ്രവർത്തകർക്കൊപ്പം അനസ് അൽ ഷെരീഫും ഹമാസിന്റെ സായുധ വിഭാഗത്തിലെ അംഗമാണെന്ന് ഇസ്രായേൽ തെളിയിച്ചു. ഹമാസിന്റെ ശമ്പള പട്ടികയിലും ഇയാളുടെ പേരുണ്ട്. രേഖകൾ പ്രകാരം ഹമാസിന്റെ വടക്കൻ ഗാസയിലെ ബ്രിഗേഡിന് കീഴിലുള്ള ലിവ്നി ലാൻഡിംഗ് സെല്ലൽ എന്ന റോക്കറ്റ് വിക്ഷേപണ സംഘത്തിന്റെ കമാൻഡറായി അനസ് അൽ ഷെരീഫ് ചുമതല വഹിച്ചിരുന്നു. ഇയാൾ ഹമാസിന് കീഴിൽ സൈനിക പരിശീലനം പൂർത്തിയാക്കിയതിന്റെ വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് ഇസ്രായേൽ ലിസ്റ്റിലെ മോസ്റ്റ് വാണ്ടഡ് പ്രതികളിൽ ഒരാളാണ് ഇയാൾ. നാളെ ഇയാൾ കൊല്ലപ്പെട്ടാലും നെതന്യാഹുവിന്റെയും കൂട്ടരുടെയും മാധ്യമവേട്ട എന്നാണ് വാർത്ത വരിക. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. കൃത്യമായ പ്രൊപ്പഗൻഡ ഫാക്ടറിയുള്ള സംഘടന കൂടിയാണ് ഹമാസ്. എതിരാളികളെ ഏത് മ്ലേച്ഛമായ രീതിയിൽ കരുതിച്ച് കാണിക്കാനും തങ്ങൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചുവെച്ച് സ്വാതന്ത്ര്യാനന്ദ സമര പോരാളികളായി ചിത്രീകരിക്കാനുമുള്ള വലിയ പ്രൊപ്പഗൻഡ ടീമും അവർക്കൊപ്പമുണ്ട്. ആ പ്രൊപ്പഗൻഡകളിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ ജിഹാദി മാധ്യമ പ്രവർത്തകർ. ഹമാസ് പ്രൊപ്പഗൻഡകൾ BBC തൊട്ട് നമ്മുടെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ എടുത്ത് ആഘോഷിക്കുകയാണ്. ഇസ്രായേൽ അടിക്കടി ആശുപത്രികൾ ആക്രമിക്കുന്നുവെന്നതിന്റെയും കുട്ടികളെ കൊല്ലുന്നുവെന്നതിന്റെയും ഗാസയിലെ മരണനിരക്ക് ഇത്രയേറെ ഉയരുന്നതിന്റെയും യാഥാർത്ഥ്യം ആരും അന്വേഷിക്കാറില്ല. പക്ഷേ ഇത് ടെലിഗ്രാഫ്, റോയിട്ടേഴ്സ്, ജെറുസലേം പോസ്റ്റ് എന്നിവയടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇപ്പോൾ തുടർച്ചയായി ഈ വിഷയത്തിൽ ഫാക്ട് ചെക്കുകൾ നടത്തുന്നുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഇത്തരം അന്വേഷണങ്ങളിലാണ് ഹമാസിന്റെ തനി നിറം വെളിപ്പെടാറുള്ളത്. ഫലസ്തീനിൽ അഭയാർത്ഥി ക്യാമ്പുകളും UN ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത് UNRWA എന്ന ഏജൻസിയാണ്.
ഉന്ന എന്നാണ് ഈ ഏജൻസി ചുരുക്കപ്പേരിൽ അറിയപ്പെടുക. 1949 സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയിലൂടെയാണ് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, താമസം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്നത്. അതുകൂടാതെ ഇതിന് കീഴിൽ WUEPയും അടക്കമുള്ള മറ്റ് ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ UNRWA പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ കീഴിലാണെന്നത് പലർക്കും അറിയാത്ത സത്യമാണ്. അതാണ് ലോക മാധ്യമങ്ങളിൽ വരുന്നത്. ഗാസയിലെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടൊക്കെ ലോകവ്യാപകമായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാറുള്ളത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ്. ഇത് UN നിയന്ത്രിക്കുന്ന നിഷ്പക്ഷ ഏജൻസിയാണെന്നാണ് പലരുടെയും ധാരണ. ഗാസൻ ആരോഗ്യ മന്ത്രാലയം എന്ന MOH ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഹമാസ് നൽകുന്ന കണക്കാണ് മാധ്യമങ്ങളിൽ വരുന്നത്. എന്തിന് UNRWA എന്ന UN ഏജൻസിയുടെ 12 പേരാണ് ഒക്ടോബറിലെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇത് ഇസ്രായേൽ കണ്ടുപിടിച്ചപ്പോൾ UN ആദ്യം നിഷേധിക്കുകയായിരുന്നു. പിന്നെ ശക്തമായ തെളിവുകൾ ഹാജരാക്കിയതോടെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. ഇതിൽ 9 പേർ ഇപ്പോഴും ജയിലിലാണ്. അതായത് UN ഏജൻസികളിൽ പോലും ഹമാസ് എത്തിയിരിക്കുന്നുവെന്ന് ചുരുക്കം. അതുപോലെയാണ് മാധ്യമപ്രവർത്തകരുടെ പേരിൽ ജിഹാദികൾ നുഴഞ്ഞു കയറുന്നത്. എന്നാൽ ഇവർ മാധ്യമപ്രവർത്തകരുടെ ജോലി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അത് ഹമാസിന് വേണ്ടിയുള്ള പ്രൊപ്പഗൻഡയാണ്. ഗാസയിലെ കുട്ടികൾ ഭക്ഷണത്തിനായി പാത്രം പിടിച്ചു നിൽക്കുന്ന വ്യാജ ചിത്രം ഇവരുടെ തന്നെ സൃഷ്ടിയാണ്. കാരണം ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്നത് പാകം ചെയ്യേണ്ട ഭക്ഷണമാണ്. അതിൽ പിസ്ത, കടല, ടിന്നിലടച്ച മത്സ്യം, ന്യൂട്ടെല്ല, ചോക്ലേറ്റ്, പാക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ്, ന്യൂഡിൽസ്, ഗോതമ്പ് പൊടി, എണ്ണ, പ്രോട്ടീൻ സ്പ്രെഡ് എന്നിവയാണ്. മുതിർന്ന ഒരാൾക്ക് 50 മീൽസ് എന്ന കണക്കിൽ ഒരു പെട്ടിയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ബയോമെട്രിക് വിവരങ്ങൾ പകർത്തിയാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഇത് വാങ്ങാൻ പാത്രങ്ങളുടെ ആവശ്യമില്ല. എന്നിട്ട് പാത്രവുമായി കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഉണ്ടാക്കിയെടുത്തത് ഇത്തരം മാധ്യമപ്രവർത്തകരാണ്. നമ്മൾ അറിഞ്ഞതിനപ്പുറത്താണ് ഹമാസ്. കേരളത്തിലെ ഒരു ജില്ലയോളം ഒതുങ്ങുന്ന 4 പാടും അടച്ചിട്ട തുറന്ന ജയിൽ പോലെ ഒരു പ്രദേശത്ത് നിന്ന് അവർക്ക് ഇസ്രായേൽ പോലെ ഒരു വൻ സൈനിക ശക്തിയെ വിറപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മതം ചാലിച്ച വിഷത്തിന്റെ ആഗോള വ്യാപകമായി പ്രവഹിക്കുന്ന ധാരയിലൂടെയാണ്. പുറമേക്ക് കാണുന്നത് പോലെ 50,000-ഓളം സായുധ ഭടന്മാരുള്ള ഒരു സംഘടന മാത്രമല്ല അത്. ലോകമെമ്പാടും ഹമാസിന് വേരുകളുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകന്റെ രൂപത്തിൽ, മാധ്യമ പ്രവർത്തകന്റെ രൂപത്തിൽ, UN ഡിപ്ലോമാറ്റായി വേഷം മാറി പല രൂപത്തിൽ, പല ഭാവത്തിലും ഹമാസ് വരാം. ഗാസയിലും ഇസ്രായേൽ തടങ്കൽ കേന്ദ്രങ്ങളിലുമായി കൊല്ലപ്പെട്ട 200-ലധികം മാധ്യമപ്രവർത്തകരുടെ പേരുകൾ ഇപ്പോഴും കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന CPJ സംഘടനയുടെ ഔദ്യോഗിക പട്ടികയിലുണ്ട്. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഇടമാണ് ഗാസ. പക്ഷേ അതിനും ഇസ്രായേലിന് കൃത്യമായ വിശദീകരണമുണ്ട്. തങ്ങൾ മാധ്യമപ്രവർത്തകരെ ഒരിക്കലും മനഃപൂർവ്വം ലക്ഷ്യം വെച്ച് ആക്രമിക്കാറില്ലെന്നും വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ പേരിൽ ആരെയും വധിക്കാറില്ലെന്നുമാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക നിലപാട്. ഇത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം മാധ്യമപ്രവർത്തകരെ കൊന്നിട്ട് ഇസ്രായേലിന് എന്ത് കിട്ടാനാണ്? മാത്രമല്ല അവർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരമാവധി ജേർണലിസ്റ്റുകൾക്ക് അപായം പറ്റാതിരിക്കാനാണ് ഇസ്രായേൽ നോക്കുക. ഹമാസുകാർ പ്രസ് എന്നെഴുതിയ ജാക്കറ്റുകൾ ധരിച്ച് സൈനിക നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത്. ഗാസ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ യുദ്ധമേഖലയാണ്. ഹമാസ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ടണലുകളിൽ നിന്നും യുദ്ധം ചെയ്യുമ്പോൾ വ്യോമാക്രമണങ്ങളിലും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വെടിവെപ്പിലും പെട്ടാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. മാധ്യമപ്രവർത്തകർക്ക് വിലക്കുള്ള യുദ്ധഭൂമിയാണ് ഇതെന്ന കാര്യവും ഓർക്കണം. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ വിദേശ മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായി ഗാസയിൽ പ്രവേശിക്കുന്നത് ഇസ്രായേൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അവിടെ പ്രവേശിച്ചാൽ അവർ കൊല്ലപ്പെടാനോ അല്ലെങ്കിൽ ഹമാസ് അവരെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കാനോ വലിയ സാധ്യതയുണ്ടെന്നാണ് ഇസ്രായേൽ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകർ യുദ്ധഭൂമിയിൽ ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ, ടാങ്കുകളുടെ സ്ഥാനം, സൈനിക താവളങ്ങൾ എന്നിവ പുറത്താകാൻ സാധ്യതയുണ്ട്. ഇത് ഹമാസിന് അനുകൂലമായി ഭവിക്കുകയും ഇസ്രായേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യും. പക്ഷേ നിയന്ത്രിത പ്രവേശനം ഇസ്രായേൽ സൈന്യം ഇവിടെ അനുവദിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ കടുത്ത നിരീക്ഷണത്തിലും സൈനിക വ്യവസ്ഥകൾക്ക് വിധേയമായും ചില അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരെ സൈനിക വാഹനങ്ങളിൽ ഗാസയിൽ കൊണ്ടുപോയി വരാറുണ്ട്. എന്നിരുന്നാലും ഈ പ്രവേശന വിലക്കിനെതിരെ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും മാധ്യമ നിരീക്ഷണ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സും ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ കേസ് നടക്കുകയാണ്. തങ്ങൾ വിലക്കിയിട്ടും വാർത്തയെടുക്കാനുള്ള ആവേശമായി പോകുന്നവരാണ് അവിടെ ക്രോസ് ഫയറിങ്ങിൽ പെട്ടുപോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വാർത്ത വരിക തിരിച്ചാണ്. ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ കൊന്നു തള്ളി എന്ന് തന്നെയാണത്.